ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലാണ്. ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ 1975 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറിന് കീഴിലുള്ള ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ മ്യൂസിക് ആൻഡ് ആർട്സ് അക്കാഡമിയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഖജുരാഹോ ടെമ്പിളിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഖജുരാഹോ ടെമ്പിൾസിൻ്റെ കോർട്ട്യാർഡിലാണ് ഈ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ മെയിൻലി നടക്കുന്നത്. അപ്പോൾ ഇത് റീസെൻ്റ്ലി അതിൻ്റെ 51st ഡാൻസ് ഫെസ്റ്റിവലായിരുന്നു ഈ അടുത്ത് നടന്നത്. അപ്പോൾ അവിടെ തന്നെ ലോങ്ങസ്റ്റ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് മാരത്തോൺ റിലേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ ഒന്നുകൂടി നമ്മുടെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ നോക്കുക. പിന്നെ നമ്മൾ ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ പറയുമ്പോൾ തന്നെ ഖജുരാഹോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി ഒന്ന് നോക്കണം, അതിൻ്റെ ഹിസ്റ്ററി കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ചന്ദേല ഡൈനാസ്റ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു പ്ലേസാണ് ഖജുരാഹോ എന്ന് പറയുന്നത്. അപ്പോൾ ഖജുരാഹോ എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഖജുവാഹിക അഥവാ ഖജൂർപുര എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഡേറ്റ് പാംസ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗോൾഡൻ ഡേറ്റ് പാംസ് എന്നുള്ള രീതിയിൽ മീനിങ് വരുന്ന പ്ലേസ് ഏതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തും പ്ലാൻ റിലേറ്റഡ് മീനിങ് വരുന്ന പ്ലേസ് ഏതാണ് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഖജുരാഹോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഡേറ്റ് പാംസ് ആണ്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ചന്ദേല ഡൈനാസ്റ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാറ്റിക് പോർഷനിൽ നോക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ജുമോയർ ബിനന്ദിനി ഡാൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജുമോയർ ബിനന്ദിനി ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഡാൻസ് ആണ്. അസാമിലെ ടി ട്രൈബ്സ് പെർഫോം ചെയ്യുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ് ജുമോയർ ബിനന്ദിനി ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുരുഷന്മാരും പെർഫോം ചെയ്യുന്നുണ്ട്, സ്ത്രീകളും പെർഫോം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് തരാം പുരുഷന്മാരും മാത്രമേ ഇതിൻ്റെ അകത്ത് ഇത് പെർഫോം ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമേ പെർഫോം ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ തരാം. അപ്പോൾ അങ്ങനെയല്ല, ഇത് രണ്ട് പേരും പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് അറിയുക. പിന്നെ ഇവരിങ്ങനെ വട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. പിന്നെ മെയിൻലി ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണെങ്കിൽ കൂടിയും വെഡ്ഡിങ്ങിൻ്റെ ടൈമിലും കമ്മ്യൂണൽ ഗ്യാതറിങ്സിൻ്റെ ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ മദ്ദൾ, ദോൾ, താൽ, ഫ്ലൂട്ട് തുടങ്ങിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടി യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ജുമൈർ ബിനന്ദിനി ഡാൻസ് അസാമിലെ ടി ട്രൈബ്സ് പെർഫോം ചെയ്യുന്ന ഫോക്ക് ഡാൻസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഭാത്തോയിസം. ബോഡോസിൻ്റെ ഒരു ട്രഡീഷണൽ ഫെയ്ത്താണ് ഭാത്തോയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാത്തോയിസം എന്ന് പറയുന്നത് രണ്ട് വാക്കിൽ നിന്നാണ് വരുന്നത്. ഭ മീൻസ് 5, ധോ മീൻസ് ഡീപ്പ് ഫിലോസഫിക്കൽ തോട്ട്. അപ്പോൾ 5 ആഴത്തിലുള്ള ഫിലോസഫിക്കൽ തോട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് വരുന്ന ഒരു വിശ്വാസമാണ് ഭാത്തോയിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹിന്ദുയിസത്തിൻ്റെ അകത്ത്, ഹിന്ദു മതത്തിൻ്റെ അകത്ത് പഞ്ചതത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു 5 എലമെൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബാർ, സാൻ, ഹാ, ഓർ, ഒഖ്രാങ്. ബാർ, സാൻ, ഹാ, ഓർ, ഒഖ്രാങ് എന്ന് പറഞ്ഞിട്ടുള്ള 5 എലമെൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ബാർ മീൻസ് എയർ എന്നുള്ളതാണ്, വായു. സാൻ മീൻസ് സൺ, സൂര്യൻ. ഹാ, എർത്ത്, ഭൂമി. ഓർ മീൻസ് ഫയർ. ഒഖ്രാങ് മീൻസ് സ്കൈ, ആകാശം. അപ്പോൾ ഈ 5 എലമെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിശ്വാസമാണ് ഭാത്തോയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നേച്ചർ വർഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കൂടാണ്ട് ഇവിടെ ഗോഡായിട്ട് കരുതുന്നത് ഭാത്തൂബ് റായ് ആണ്. റായ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും, നോളജ് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ,
അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും സുപ്രീം ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഏറ്റവും എൽഡസ്റ്റ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഇവർ ദൈവമായിട്ട് കരുതുന്നത്. ആ ആളെ വിളിക്കുന്നതാണ് ബാത്തൂബ് റായ്. എനിക്കിതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഇതൊരു നേച്ചർ വർഷിപ്പായിട്ട് റിലേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മളിപ്പോൾ ഹിന്ദു മതത്തിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ ആലൊക്കെ വർഷിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇവർ ഇതിൻ്റെ അകത്ത് സിജാവ് പ്ലാന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആളുകൾ ഈ ബോഡോസ് എന്ത് ചെയ്യുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിജാവ് പ്ലാന്റിനെ നമ്മൾ യൂഫോബിയ സ്പ്ലെൻഡസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സിഗ്നിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സോളിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സീക്രട്ട് ഗ്രവ് ഛോട്ടാ നാഗ്പൂരിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, കാവുകളൊക്കെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഛോട്ടാ നാഗ്പൂരിലെ സീക്രട്ട് ഗ്രവിനെ വർഷിപ്പ് ചെയ്യുന്ന ഇതിനെയാണ് ഷർണയിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. സിജോ പ്ലാന്റിനെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അവർ നേച്ചർ വർഷിപ്പേഴ്സാണ്. 5 എലമെൻറ്റ്സ് ആണുള്ളത്. ബോഡോസിൻ്റെ ഒരു ട്രഡീഷണൽ ഫെയ്ത്താണ് ബാത്തോയിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടീ ഹോഴ്സ് റോഡ്. ടീ ഹോഴ്സ് റോഡ് ഒരു ഏൻഷ്യൻ ട്രേഡ് നെറ്റ്വർക്കാണ്. ഒരു സിംഗിൾ റൂട്ടല്ല, ഒരു നെറ്റ്വർക്ക് ഓഫ് റൂട്ടാണ് ഏതെന്ന് പറയുന്നത്, ടീ ഹോഴ്സ് റോഡ് എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയും ടിബറ്റ് വഴി കണക്ട് ചെയ്യുന്നൊരു ട്രേഡ് നെറ്റ്വർക്കാണ് ടീ ഹോഴ്സ് റോഡ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാങ് ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഈ ഒരു ട്രേഡ് നെറ്റ്വർക്ക് വരുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഷുഗർ, ടെക്സ്റ്റൈൽസ്, റൈസ്, നൂഡിൽസ്, ടിബറ്റൻ ഗോൾഡ്, ഹെർബ്സ് ഇതിൻ്റെയൊക്കെ ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ട്രേഡ് റൂട്ട് എക്സ്പാൻഡ് ചെയ്തെങ്കിൽ പോലും പിന്നീട് സോങ് ഡൈനാസ്റ്റിയുടെയൊക്കെ ഒരു സമയമാകുമ്പോഴേക്കും മെയിൻലി ഈ ഒരു ട്രേഡ് റൂട്ടിലൂടെ ഫോക്കസ് ചെയ്യുന്നത് ടീയുടെയും ഹോഴ്സസിൻ്റെയും ട്രേഡാണ്. അതായത് ചൈന ടീ എന്ത് ചെയ്യുന്നു, ടിബറ്റിന് നൽകുന്നു, ടിബറ്റൻ ആർമി എന്ത് ചെയ്യുന്നു, ചൈന തിരിച്ചു മേടിക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഒരു എക്സ്ചേഞ്ച് ഈ ഒരു ട്രേഡ് നെറ്റ്വർക്കിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ടീ ഹൗസ് റോഡെന്ന് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് മാപ്പ് നോക്കുമ്പോൾ അറിയാം, ഇന്ത്യ, നമ്മുടെ ടിബറ്റിൻ്റെ ഭാഗം, ചൈന, ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്രേഡ് റൂട്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ റൂട്ടല്ല, ഇവിടെ ബാക്കിയുള്ള പ്ലേസസിലേക്ക് ഇതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ട്രേഡ് റൂട്ടിൻ്റെ ആ ഒരു അതുവരെ ഇതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടാകും. അതിനുശേഷം ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇതിൻ്റെ അകത്തുള്ള പല പ്ലേസസും അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പല റൂട്ട്സും നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇതിനെ കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ ആയിട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നത് മഖാനയാണ്. മഖാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് സീഡാണ്. അതായത് യുറൈൽ ഫിറോക്സ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന വിത്താണ് നമ്മൾ മഖാന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താമര വിത്ത് എന്നൊക്കെ പറയും. ഈ മഖാനയെ തന്നെ നമ്മൾ ഫോക്സ് നട്ട് എന്നും പറയുന്നുണ്ട്, ഫൂൾ മഖാന എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ന്യൂട്രിയൻസ് വളരെയധികം കൂടുതലുള്ളൊരു സീഡ് വെറൈറ്റിയാണ് മഖാന എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു സീഡ് വെറൈറ്റിയാണ് മഖാന എന്ന് പറയുന്നത്. ഒപ്പം കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സീഡ് വെറൈറ്റിയാണ് മഖാന എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, അവർക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മഖാന എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ട്സുകളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നട്ടായിട്ട് പറയുന്നതാണ് ഫോക്സ് നട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഖാന എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡിലെ 90% പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മഖാന പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീഹാറിലാണ്. ഈവൻ കൊറിയയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും 90% ബീഹാറിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൻ്റെ അകത്ത്
മഖാന ബോർഡ് ബീഹാറിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ മഖാന ബോർഡ് എവിടെയാണ് നിലവിൽ വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിലാണ് വരുന്നത്. പിന്നെ ഈ അടുത്ത് ഇപ്പോൾ ന്യൂസിൻ്റെ അകത്ത് ഈവൻ മോദിജി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം 365 ഡേയ്സിൽ 360 ഡേയ്സും മഖാന കൺസ്യൂം ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെറൈറ്റി നോക്കുക, കാരണം ഇത്തരമുള്ള പ്ലാന്റ് വെറൈറ്റീസിനെ അല്ലെങ്കിൽ സീഡ് വെറൈറ്റീസിനെയൊക്കെ പറ്റിയിട്ടൊക്കെ UPSC ചോദിക്കാറുള്ളതാണ്, ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നോക്കുക. ടീ ബോർഡിനെയൊക്കെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക. ഇത് തന്നെ സ്റ്റേറ്റ് ലെവൽ PSC എക്സാംസിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മഖാനയ്ക്ക് 2022 GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അത് മിഥിലാഞ്ചൽ റീജിയൻ, ബീഹാറിലെ മിഥിലാഞ്ചൽ റീജിയൻ അല്ലെങ്കിൽ മിഥില മഖാന എന്ന് പറയുന്ന മഖാന വെറൈറ്റിക്കാണ് GI ടാഗ് 2022 ലഭിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ധർമ്മ ഗാർഡിയനാണ്. ധർമ്മ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ്. ഇന്ത്യൻ ആർമിയും ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫെൻസ് ഫോഴ്സും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ് ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത്. ഇതൊരു ആനുവൽ എക്സസൈസാണ്, എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ ഒരു വർഷം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ജപ്പാനിലായിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി കണ്ടക്ട് ചെയ്യുന്ന ഒരു ആനുവൽ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ് ധർമ്മ ഗാർഡിയൻ. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും മിലിറ്ററി കോപ്പറേഷൻ, പിന്നെ UN ചാർട്ടറിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങളെ കൈവരിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ ധർമ്മ ഗാർഡിയൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.